ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം. ജോസ്മി ആട്ടോ. ഇന്നൊരു കുഞ്ഞ് ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആർക്ക് വേണ്ടിയുള്ളതെന്നറിയാമോ? തലയിൽ നന്നായി ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർ, ഡാൻഡ്രഫ് തലയിൽ നന്നായിട്ടുള്ളവർ, ഹെയർ ഫോള് നന്നായിട്ടുള്ളവർ, ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഞാൻ ഇവിടുന്നും കേട്ടും ഒന്നും വന്ന് പറയുന്ന കാര്യമല്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ പറയുന്ന 3 കാര്യങ്ങളും, ഹെയർ ഫോള് നന്നായിട്ടുണ്ടായിരുന്നു, ഇച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതായത് അത്രയും അസഹനീയമായിട്ടുള്ള ഇച്ചിങ് ആയിരുന്നു. പബ്ലിക്കിൻ്റെ ഒന്നും മുന്നേ പോയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ നന്നായിട്ട് ഒരു ചൊറിയാനുള്ള ടെൻഡൻസി നമുക്കിങ്ങനെ തലയിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് ആ ഒരു പ്രശ്നം നന്നായിട്ട് നേരിടുന്നുണ്ടായിരുന്നു. കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു എനിക്ക്. ഡാൻഡ്രഫ്, ഓ മൈ ഗോഡ്, അത്ര ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് എനിക്ക് വരുമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു 3 പ്രശ്നങ്ങളും ഇത് അങ്ങ് പീക്ക് സ്റ്റേജിലായിരുന്നു കേട്ടോ. ഈ 3 ഹെയർ ഫോൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ കോമ്പ് ചെയ്യുമ്പോൾ ഒരു കട്ടയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു 3 പ്രശ്നങ്ങളും പരിഹരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി നാച്ചുറൽ റെമഡി. ഇത് ഞാൻ അവിടെ ഒരു യൂട്യൂബിൽ എവിടെ ഞാൻ സെർച്ച് ചെയ്തിട്ടൊന്നും കണ്ടല്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം എടുത്തിട്ട് രണ്ടെണ്ണം ഞാൻ മിക്സ് ചെയ്തിട്ട് എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിൽ പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണല്ലോ. ആ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറയാം. എനിക്ക് ജിമ്മിൽ പോയി തുടങ്ങിയതിന് ശേഷം എൻ്റെ തലയിൽ നന്നായിട്ട് ഈ ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് മേ ബി ഡാൻഡ്രഫിൻ്റെ ഒക്കെ ആയിരിക്കാം എന്നുള്ളത്. പക്ഷേ ഈ ജിമ്മിൽ പോയതിൻ്റെ ആണെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. അത് ജിമ്മിൽ പോകുന്ന വെച്ചാൽ ജിമ്മിൽ പോകുന്നതിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ തലയിൽ വേർപ്പ് കെട്ടി നിൽക്കുന്നതിൻ്റെ പ്രശ്നമായിരുന്നു അത്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഡാൻഡ്രഫാണെന്ന് വിചാരിച്ചിട്ട് ഡാൻഡ്രഫിനുള്ള ഷാമ്പുവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടൊന്നും എനിക്കൊരു കുറവും ഫീൽ ചെയ്യുന്നില്ല. കാരണം എനിക്കിങ്ങനെ ആ ഡാൻഡ്രഫിൻ്റെ ഷാമ്പു യൂസ് ചെയ്യുന്ന ആ ഒരു അറ്റ് ടൈം അതങ്ങ് മാറി നിൽക്കും എന്നുള്ളതല്ലാതെ പിന്നെയും ഇത് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. സോ മാത്രമല്ല എനിക്ക് ഹെയർ ഫോളും വരാൻ തുടങ്ങി, നന്നായിട്ട് ഹെയർ ഫോൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ജിമ്മേറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പം അവരെന്നോട് പറഞ്ഞു അവർക്കും ഉണ്ട് ഈ ഒരു സെയിം പ്രശ്നം. എല്ലാവർക്കും എന്നല്ല, ചിലർക്ക്. ഞങ്ങൾക്കും ഉണ്ട് ഈ പ്രശ്നം. അപ്പം നമ്മൾ നന്നായിട്ട് ഹെയർ കെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമൊക്കെ മാറിക്കോളും എന്നുള്ളത് അവരെന്നോട് പറഞ്ഞു. അപ്പം ഓക്കെ, എന്നാൽ പിന്നെ ഞാനും ഒരു ഹെയർ കെയറിലോട്ട് ഇറങ്ങാം. കാരണം ഞാൻ കുറേ മാസങ്ങളായിട്ട് ഞാൻ ഒരു ഹെയർ കെയറും എൻ്റെ തലയിലോട്ട് ഞാൻ ചെയ്തിട്ട് സമയമില്ല, ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു സത്യാവസ്ഥ. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കും നല്ലപോലെ ഹെയർ ഫോള് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഉള്ള മുടിയും കൂടെ പോയി കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പം ഞാൻ ഹെയർ കെയറിലോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഹെയർ ഫോളിന് ഒരു ലിമിറ്റ് വന്നു കേട്ടോ. ഹെയർ ഫോളിന് ലിമിറ്റ് വന്നു. അതായത് ഒരു 30% ഹെയർ ഫോളിന് ലിമിറ്റ് വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷെ എന്നാലും ചൊറിച്ചിലിന് മാറ്റം വരുന്നില്ല. ഈ തല എനിക്ക് വേർക്കുന്നതനുസരിച്ച് ഓരോരുത്തരുടെ തലയുടെയും അല്ലെങ്കിൽ സ്കാൽപ്പിൻ്റെയും ആ ഒരു സ്കിന്നിൻ്റെയും പ്രത്യേകതയായിരിക്കാം. വേർപ്പ് വന്ന് കുറച്ചധികം നേരം തലയിലൊക്കെ ഇരിക്കാൻ നേരത്ത് മേ ബി നമ്മുടെ സ്കിന്നിന് അത് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതായിരിക്കാം എൻ്റെ പ്രശ്നം. എനിക്ക് നന്നായിട്ട് തലയിൽ ഈ ചൊറിച്ചിലും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വേർപ്പിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. കൂടുതൽ ഡാൻഡ്രഫും വരാൻ തുടങ്ങി. വേർപ്പിങ്ങനെ ഇരുന്നിട്ട് നന്നായിട്ട് എനിക്ക് ഡാൻഡ്രഫും വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ മൊത്തത്തിൽ തലേനെ ഇത് വല്ലാതെ ബാധിക്കാൻ തുടങ്ങി, ഹെയറിനെ ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി താളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹെയറിനെ എത്രത്തോളം നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ചെമ്പരത്തി എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ സ്കാൽപ്പിനായാലും ഹെയർ ഗ്രോത്തിനായാലും ഹെയറിന് നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നതിനായാലും എല്ലാത്തിനും നല്ല സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കറ്റാർവാഴ ജെല്ല്. അത് കടയിൽ നിന്ന് വാങ്ങുന്ന കറ്റാർവാഴ ജെല്ലല്ല ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ അലോവേര കട്ട് ചെയ്തിട്ട് അതിനുള്ള ജെല്ല് നമ്മുടെ തലയ്ക്കും സ്കിന്നിനും ആണെങ്കിൽ തന്നെയും എത്രത്തോളം നല്ലതാണെന്നുള്ളത് പറയാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നൊരു കാര്യമാണ് നമ്മുടെ ചെമ്പരത്തിത്താളി തലയിൽ ഇനി അങ്ങോട്ടേക്ക് ഒരു ആഴ്ചയിൽ 2 തവണ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഞാനങ്ങ് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കറ്റാർവാഴ ഉണ്ട്. അപ്പോൾ കറ്റാർവാഴയാണെങ്കിലും നല്ലതാണല്ലോ, എന്നാൽ പിന്നെ അതും കൂടെ ഇരിക്കട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ ഈ ഒരു ചെമ്പരത്തിത്താളിയും കറ്റാർവാഴയും ഒരല്പം തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് ഞാൻ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തു. തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ദിവസം ചെയ്തപ്പം ഒരു ചെറിയ കുറവാണ് ചൊറിച്ചിലിൻ്റെ കാര്യത്തിലേക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആയപ്പോഴത്തേക്കും ആ ഒരു വീക്കിൽ തന്നെ സെക്കൻഡ് ടൈം ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഒരു ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആ ഒരു ചൊറിച്ചിൽ പോയ പോലെ ആയിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ തൈര് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തണുപ്പ് ഇറങ്ങണ്ട എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ തണുപ്പിൻ്റെ ഒരു പ്രശ്നം എനിക്കില്ല. പിന്നെ തൈര് വേണ്ട എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ ഈ ഒരു ചെമ്പരത്തി താളിയും കറ്റാർവാഴയും തന്നെ ആക്കി എൻ്റെ തലയിൽ. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഞാൻ അപ്ലൈ ചെയ്യത്തുമില്ല, മേ ബി വീക്കിലി വൺസ് ആണെങ്കിൽ ട്വൈസ്, അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ വേണമെങ്കിൽ ഇടയ്ക്ക് എനിക്ക് ഇച്ചിങ് ഫീൽ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു നമ്മുടെ
ചെമ്പരത്തിയുടെ ഇല. താളി എന്ന് പറയുമ്പോൾ ചെമ്പരത്തി, ഞാൻ എടുത്തോണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ ചെമ്പരത്തിയുടെ തളിരിലകളില്ലേ, തളിരിലകൾ, അതിൻ്റെ പൂവ്, അതിൻ്റെ മൊട്ട്, ഇത്രയും സംഭവങ്ങൾ. അപ്പോൾ എൻ്റെ ഇത്രയുള്ള മുടിക്ക് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. അത് എടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കറ്റാർവാഴ കട്ട് ചെയ്തെടുത്തിട്ട് കറ്റാർവാഴയുടെ ജെല്ലും കൂടെ വെച്ചിട്ട് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കും. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടും. ചിലരെന്താ വെച്ചാൽ ഈ കല്ലിലൊക്കെ കൊണ്ടുപോയിട്ടായിരിക്കും ഇങ്ങനെ ഉരയ്ക്കുന്നത്. അങ്ങനെ ഉരച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ ഇലയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അതപ്പോൾ നമ്മുടെ തലയിൽ അവിടെ ഇവിടെ കൊട്ടിപ്പിടിച്ച് നമ്മൾ വാഷ് ചെയ്യാൻ നേരത്ത് ബാത്റൂമിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കടന്ന്, സത്യം പറഞ്ഞാൽ അത് പണ്ടൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടത്. പക്ഷേ പിന്നെയാണ് ഞാനിത് ജാറിൽ അരയ്ക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ച് അങ്ങനെ ഞാൻ അരച്ച് പേസ്റ്റാക്കി എൻ്റെ തലയിൽ ഞാൻ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ വിശ്വസിക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ തലയുടെ ആ ചൊറിച്ചിൽ കംപ്ലീറ്റ് പോയി. അല്ലെങ്കിൽ ഞാനിങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ പോയി നിന്നാലും ഏതെങ്കിലും ആളുകളുടെ ഒക്കെ പോയി നിന്നാലും എനിക്കൊരു ടെൻഡൻസിയാണ് ഇതിങ്ങനെ ചൊറിയണം എന്നുള്ളൊരു ഭയങ്കര ടെൻഡൻസി. അത് അനുഭവിച്ചവർക്ക് ആ ഒരു വിഷമം മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും നന്നായിട്ട് ഞാൻ അനുഭവിച്ചാണ്. എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ തലയ്ക്ക് ഈ ഒരു ചൊറിച്ചിൽ ഇങ്ങനെ വന്നിട്ട്. പക്ഷേ ഞാൻ ഈ ഒരു സംഭവം ഞാൻ ചെയ്തു തുടങ്ങിയ ശേഷം എൻ്റെ കംപ്ലീറ്റ് ചൊറിച്ചിൽ എനിക്ക് മാറി കിട്ടി. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് വന്നിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹെയർ ഫോൾ, ഞാൻ പറയാം, നമ്മുടെ ഒരു ഹോട്ട് ഓയിൽ മസാജ് കഴിഞ്ഞപ്പോൾ 30%ഓളമാണ് ആ ഒരു ഹെയർ ഫോൾ എനിക്ക് മാറിയതെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു 80%ഓളം എൻ്റെ ഹെയർ ഫോൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കോമ്പ് എടുത്തിട്ട് ഞാൻ ചെയ്യി കഴിയുമ്പോഴത്തേക്കും ഒരു ലോഡിങ് വരുമായിരുന്നു കേട്ടോ ഹെയർ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ്, സംഭവം ലിമിറ്റഡ്. അത്രയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഹെയറിന് നല്ലൊരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അത്യാവശ്യം നീളുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ എൻ്റെ ഹെയർ ഇങ്ങനെ കുറച്ച് വലിക്കുമ്പോൾ ഈ ഒരു നീളം കിട്ടുന്നില്ലേ, വലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കയറിയിരിക്കുന്നത്. എന്നാലും വലിച്ചാലും ഇത്രയും വരെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് വെക്കുന്നുണ്ട്. കാരണം എനിക്കിത് മുമ്പ് ഈ ലെങ്ത്ത് ഹെയർ നീളം വെക്കുന്നത് പകുതി വെച്ച് മുരടിച്ചു പോയ പോലെ ആയിരുന്നു ഒരു സമയത്ത്. നീളം വെക്കുന്നേ ഉണ്ടായിരുന്നില്ല, കട്ട് ചെയ്യുന്നതല്ലാതെ നീളം വെക്കുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ചെറുതായിട്ടൊന്ന് നീളം വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ്, ഞാൻ പറയാം കംപ്ലീറ്റ് നല്ല ഒരു 80% നമ്മുടെ തലയുടെ ചോർച്ചിൽ മാറി കിട്ടിയിട്ടുണ്ട്. ഡാൻഡ്രഫ് പക്ക മാറിയിട്ടുണ്ട്. ഡാൻഡ്രഫ് കംപ്ലീറ്റ് മാറി. ഇപ്പം എൻ്റെ തലയിൽ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതാണ് ഏറ്റവും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. എൻ്റെ തലയുടെ എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കറ്റാർവാഴയും ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തി താളിയും കൂടെ ഞാൻ ഒന്നിച്ച് മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്ത് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഡ്രൈനെസ്, എൻ്റെ ഹെയർ ടോട്ടലി ഡ്രൈ ഹെയർ ആണ്, ഒരു ഡ്രൈനെസ് വരാറുണ്ട് കേട്ടോ. പക്ഷേ ആ ഡ്രൈനെസ്സിനെ ഞാൻ ഓവർകം ചെയ്യുന്നത്, ഞാൻ കുളിച്ചിറങ്ങും, നമ്മൾ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറയില്ല. അപ്പോൾ ഞാൻ കണ്ടീഷണറായിട്ട് നമ്മുടെ ബദാം ഓയിൽ, ആമണ്ട് ഓയിൽ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ആണ് ഞാനെടുത്ത് അത് വളരെ ലൈറ്റായിട്ട് മാത്രം 2 ഡ്രോപ്സ് ഇങ്ങനെ എടുത്ത് സ്പ്രെഡ് ചെയ്ത് ഹെയറിൽ ഞാനിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഒരു ഡ്രൈനെസ് അങ്ങ് മാറി കിട്ടാറുമുണ്ട് കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് കണ്ടീഷണർ പോലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഹെയർ ഓയിലുണ്ടോ അത് ഉപയോഗിച്ചാൽ ഒത്തിരി എടുത്ത് തൂക്കരുത്, പിന്നെ ഒട്ടിയ പോലെ ഇരിക്കും. 1-2 ഡ്രോപ്പ് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് പിടിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഡ്രൈ ആവുന്നവരാണെങ്കിൽ, ഇപ്പോൾ ചെമ്പരത്താളിയൊക്കെ ഉപയോഗിച്ചിട്ട് ഡ്രൈ ആവാത്തവരാണ്, പ്രത്യേകിച്ച് കറ്റാർവാഴ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന ഒരു സാധനമാണ്. അപ്പം ആ ഒരു ഡ്രൈ നിങ്ങൾക്ക് ആവാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണയുടെ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരെ ഇപ്പം നമ്മുടെ മുട്ടവെള്ളം നിങ്ങൾ തൂത്താൽ മതി. നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ആ ഒരു സിൽക്കി ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു ലുക്ക് നമ്മുടെ ഹെയറിന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാതിൻ്റെ കാരണം, ഇന്നലെയാണ് ഞാൻ എൻ്റെ ഹെയറിൽ ഞാനൊരു സംഭവം, എനിക്കൊരു ചെറുതായിട്ട് 2 ആഴ്ചത്തോളമായിട്ട് ഞാൻ എൻ്റെ തലയിൽ ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല, വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് ചെറുതായിട്ട് ഒരു ചൊറിച്ചിൽ പോലെ വന്നപ്പം ഇത് കുറച്ച് ആയല്ല തൂത്തിട്ട് എന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ എടുത്ത് തൂത്തു. പിന്നെ എനിക്ക് ആ ചൊറിച്ചിലില്ല. അപ്പോൾ ഞാനത് ഇത് നല്ലൊരു കാര്യമാണ്, നിങ്ങളോട് ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളുടെ തലയിലാണെങ്കിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ചെമ്പരത്തി താളി എന്ന് പറഞ്ഞാലും കറ്റാർവാഴ എന്ന് പറഞ്ഞാലും അത്രയും നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. ഇത് നമ്മുടെ തലയിലിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് വേറെ ഒന്നും സംഭവിക്കാനില്ല. പിന്നെ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അരമണിക്കൂർ ഞാൻ എൻ്റെ തലയിൽ വെക്കും. കാരണം എനിക്ക് ഈ തണുപ്പ് ഒരുപാട് സമയത്ത് ഈ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലാത്തൊരു തലയായതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. ചിലരെ സംബന്ധിച്ചിട്ട് കുറച്ചധികം നേരം തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പിറങ്ങി നീരിറക്കം വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ ഒരു 10 മിനിറ്റ് വെക്കുക. വെച്ചതിന് ശേഷം തലയിൽ എല്ലാം സ്കാൽപ്പിലും ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇവിടെ സ്കാൽപ്പിലൊക്കെ നന്നായി എത്തുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഹെയറിൻ്റെ എല്ലാ റൂട്ടിലും എത്തി എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യുക. ഇപ്പം തണുപ്പിറങ്ങിയ പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വെക്കാം. ഞാനൊരു അരമണിക്കൂർ വെക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ ഞാൻ തൂക്കുക
തൂക്കും കേട്ടോ, എല്ലാം തൂക്കി ഞാൻ കെട്ടി വെച്ചിട്ടാണ് ഞാൻ നടക്കാറ്. അത്രയും നല്ല റെമഡിയാണ്, ഇത്രയും നല്ല ഗുണങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. ഇതൊരു നാച്ചുറൽ റെമഡി ആയതുകൊണ്ട് നമുക്കിതുകൊണ്ട് വേറെ ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. എൻ്റെ ഹെയർ കൊണ്ട് ഞാൻ അങ്ങനെയും അനുഭവിച്ചതാണ്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ തല കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് എനിക്ക് ഉപകാരപ്പെട്ടു, റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ടിപ്പ് പറഞ്ഞു തരാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ, നന്നായിട്ട് ഡാൻഡ്രഫ് തലയിലോട്ടുള്ളവരാണെങ്കിൽ, തലയിൽ നന്നായിട്ട് ഇച്ചിങ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹെയർ ഫോൾ നന്നായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു റെമഡി ട്രൈ ചെയ്ത് നിങ്ങളുടെ റിസൾട്ടും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം എനിക്ക് കിട്ടിയ അതേ റിസൾട്ട് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.